നമസ്കാരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയുടെ യാത്രയുടെ കാത്തിരിപ്പ് നീളുന്നു. ശുഭാംശു അടക്കം 4 പേരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം സ്പേസിന്റെ ദൗത്യം വീണ്ടും മാറ്റിവെച്ചു. റോക്കറ്റിന് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ദൗത്യം മാറ്റിവെച്ചത്. ഫാൽക്കൺ റോക്കറ്റിൽ ലിക്വിഡ് ഓക്സിജൻ ചോർച്ച കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാളെ വിക്ഷേപണം നടന്നേക്കും. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ പ്രസിദ്ധമായ ലോഞ്ച് കോംപ്ലക്സ് 39A നിന്നാണ് ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് കുതിക്കുക. നാസയുടെ മുതിർന്ന ആസ്ട്രോനോട്ട് പെഗ്ഗി വിൻസൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാബു എന്നിവരാണ് ആക്സിയം 4 മറ്റ് അംഗങ്ങൾ. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും ISS സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമാവാനാണ് 39-കാരനായ ശുഭാംശു ശുക്ല തയ്യാറെടുക്കുന്നത്. അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ആക്സിയം സ്പേസ് ആണ് ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ISROയും ആക്സിയവും നാസയും സ്പേസ് എക്സും തമ്മിലുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് യാത്ര. ബഹിരാകാശ നിലയത്തിലെത്തിയ ശേഷം 14 ദിവസം ഇവർ നിലയത്തിൽ തങ്ങി വിവിധ പരീക്ഷണങ്ങൾ നടത്തും. പരിചയസമ്പന്നനായ പെഗ്ഗി വിൻസനാണ് യാത്രയുടെ കമാൻഡർ. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനും ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയുമായ ശുഭാംശു ശുക്ല. ഇന്ത്യയുടെ ഗഗൻയാൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ദൗത്യങ്ങളിൽ വൈദഗ്ധ്യം നേടാനുള്ള അവസരമായിട്ടാണ് ശുഭാംശു ശുക്ലയുടെ യാത്രയെ കാണുന്നത്. 31 രാജ്യങ്ങളിൽ നിന്നായി 60 ശാസ്ത്ര പരീക്ഷണങ്ങൾ ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമാണ്. ഗഗൻയാൻ ദൗത്യത്തിനുള്ള പരിശീലനം പൂർത്തിയാക്കാൻ അമേരിക്കയുമായി ധാരണയിലെത്തിയ പ്രകാരമാണ് ഈ ദൗത്യം. ഗഗൻയാൻ യാത്രികരിൽ 4 പേരിൽ ഒരാളാണ് ശുഭാംശു. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശുവിനെ 2019 ISRO ബഹിരാകാശ യാത്ര പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത്. ഫൈറ്റർ പൈലറ്റായി 2006 ശുഭാംശു ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നത്. മിഗ്, സുഖായ്, ഡോണിയർ തുടങ്ങിയ വിമാനങ്ങൾ പറത്തുന്നതിൽ വിദഗ്ധനാണ്. 715 കോടി രൂപയാണ് ശുഭാംശുവിന്റെ യാത്രയ്ക്കായി ഇന്ത്യ ചിലവിടുന്നത്.